അങ്ങനെ എൻ്റെ മൊട്ട ടയറിന് ഇച്ചിരി വിശ്രമം കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇത്രയും നാൾ എന്നെ ഒരിടത്തും തള്ളിയിടാതെ കൊണ്ട് നടന്നതല്ലേ, പുതിയൊരാളെ കയറ്റാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഒരു പുതിയൊരു ഷൂ മേടിച്ചിട്ട് പഴയ ഷൂവിൻ്റെ ഒരു മൂലയ്ക്കോട്ട് മാറ്റി കേട്ടോ. എന്തായാലും ഇത്രയും മൊട്ടയായിട്ട് ഞാൻ ഇതുവരെയും ഒരിടത്തും ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി. ഒരു പഞ്ചർ ഒഴിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി കേട്ടോ. അപ്പോൾ ഇനി ഇത് ടയർ ഇട്ടുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവുമെന്ന് എനിക്ക് തന്നെ തോന്നി. കാരണം ഇത് ഭയങ്കര ഡേഞ്ചറാണെന്ന് ഒരുപാട് പേര് പറഞ്ഞു. ഫ്രണ്ട് ടയർ ഇത്രയും മൊട്ടയായി കഴിഞ്ഞാൽ സ്കിഡാവാനും മറിഞ്ഞ് വീണ് വല്ലതൊക്കെ പറ്റാനൊക്കെ സാധ്യത കൂടുതലുള്ളത് കൊണ്ട് റിസ്ക് എടുക്കാനായിട്ട് നിന്നില്ല ചേട്ടാ, മാറിക്കളഞ്ഞു. ഒരു ട്യൂബ്ലെസ് തന്നെ മേടിച്ചിട്ടാണെന്ന് വിചാരിച്ചു. എന്താ 1800 രൂപയോളം ആയി കേട്ടോ. പിന്നെ ഈ ടയർ മാറാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് മറ്റൊരു പണിയോട് കിട്ടി കേട്ടോ. അതുകൊണ്ട് സാധാരണ അങ്ങനെയാണ്, കയ്യിൽ 10 പൈസ എവിടെന്നെങ്കിലും വരണമെന്ന് വണ്ടി അറിഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് എന്തെങ്കിലും ജലദോഷവും പനിയും തുമ്മൽ കഫക്കെട്ട് പോലുള്ള അസുഖങ്ങളൊക്കെ വരും. അതിപ്പോഴും മുന്നേ ഉള്ളതും എൻ്റെ അനുഭവം അങ്ങനെയാണ് കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം എന്താണ് സംഭവിച്ചതെന്ന്. അതിന് മുന്നേ ഞാൻ ഒന്ന് ചോദിച്ചോളൂ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാവാറുണ്ട്? കാരണം കയ്യിലൊരു 1000 രൂപ എങ്ങനെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവണ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്? എനിക്ക് അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഞാൻ അത് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. കയ്യിൽ കാശുള്ള സമയത്താണല്ലോ വണ്ടി കംപ്ലയിൻ്റ് ആയത്, ഈ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയെന്നുള്ളൊരു കാര്യം കൂടി ആലോചിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും. അതുപോലെ തന്നെ ഇതിപ്പം നമുക്ക് ഈ ഫ്രെയിമിനകത്ത് ഫുള്ള് ക്ലാവ് കയറിപ്പോയി കേട്ടോ. അത് അലൂമിനിയം ആണല്ലോ, പക്ഷേ അലൂമിനിയം ഫുള്ള് ക്ലാവ് കയറി അകത്ത്. ഞാൻ നോക്കിയിട്ട് എൻ്റെ വണ്ടിക്ക് മാത്രം ഇങ്ങനെയുള്ള പ്രശ്നമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഇങ്ങനെ ടയർ മാറിക്കൊണ്ടുവന്ന സമയത്ത് തന്നെ കുറച്ച് ഓട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ടയർ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ നോക്കിയപ്പോഴത്തേക്കും അവരുടെ വീലിനുള്ളിലും ഇതുപോലെ തന്നെയാണ് കേട്ടോ. പക്ഷേ അവരുടെ ഇരുമ്പായതുകൊണ്ട് തുരുമ്പാണ് കയറിയത്. അപ്പോൾ ഈ പുതിയ ടയറൊക്കെ മാറുന്ന സമയത്ത് ഫുള്ള് ഫുള്ള് ക്ലീനാക്കി എല്ലാം സെറ്റാക്കിയതിന് ശേഷം മാത്രമേ ഈ ടയർ ഫിക്സ് ചെയ്യാവട്ടെ. സാധാരണ ഇത് എല്ലാവരും ഇതിന് ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യാതെ, അതായത് നമ്മൾ ടയർ മാറ്റാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ഇതിനകത്ത് ഒന്നും ക്ലീൻ ചെയ്യാതെ, പേപ്പറൊന്നും പിടിക്കാതെ ആ ടയറിന് ജസ്റ്റ് ഒന്ന് അതിനകത്തൊക്കെ ഒന്ന് ഫുള്ള് തുടച്ച് കളഞ്ഞിട്ട് ഇട്ടിട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഇതിനെ ഫിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ പറഞ്ഞ മറ്റേ പണി കിട്ടിയെന്ന് പറഞ്ഞില്ലേ. സംഭവം എല്ലാം ടയറെല്ലാം ഫിറ്റ് ചെയ്ത് കറക്കി നോക്കിയ സമയത്ത് ഡിസ്ക് പിടിക്കുന്ന കേട്ടോ. ഡിസ്ക് അത് അന്ന് വരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ ടയറെല്ലാം മാറി ഇട്ടതിന് ശേഷം ഡിസ്ക് ഭയങ്കരമായിട്ട് ഉരഞ്ഞത് ഹീറ്റായി. അപ്പോൾ ഞാൻ അടുത്ത് തന്നെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടാകുന്നുണ്ട്, പുള്ളിയുടെ കൊണ്ട് കാണിച്ചൊന്ന് ഫുള്ളാക്കി ഒന്ന് ക്ലീൻ ചെയ്ത് അതിനെല്ലാം ഒന്ന് ഇളക്കി റെഡിയാക്കി എടുത്ത് കേട്ടോ. എന്ത് പറ്റിയെന്ന് അറിയില്ല, പക്ഷേ എന്തോ ഈ ടയർ ഫിക്സ് ചെയ്ത സമയത്ത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം പറ്റിയതായിരിക്കും, സ്വാഭാവികമാണ്. അതിപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരുടെയും കുറ്റം കൊണ്ടൊന്നും ആയിരിക്കില്ല, ഒരു അശ്രദ്ധയുടെ പുറത്ത് എന്തോ സംഭവിച്ചതാണ്. പക്ഷേ അപ്പോൾ എന്തായാലും ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് ഫുള്ളായിട്ട് തന്നെ ഇളക്കി ക്ലീൻ ചെയ്ത് റെഡിയാക്കിയപ്പോഴത്തേക്ക് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പോകുന്നുണ്ട്. പക്ഷേ നല്ല ഹീറ്റ് ആവുമായിരുന്നു, നല്ല ഉരഞ്ഞ് നന്നായിട്ട് ഹീറ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ റിസ്ക് എടുക്കാനായിട്ട് നിന്നില്ല. നമ്മൾ കാരണം ഈ റിസ്ക്കൊക്കെ പിടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റിസ്ക് അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും. പിന്നെ എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ആ സാധനം ഇളക്കി ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റാക്കി നീറ്റാക്കി കേട്ടോ. ഇതാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി ഇടുന്നൊന്നുമല്ല, അതൊക്കെ നമ്മുടെ ജോലിയുടെ ഇടയിലായിരുന്നാലും ശരി, സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പം നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്, കയ്യിൽ കാശ് വരുന്ന സമയത്ത് ആയിരിക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് ഇപ്പോൾ റെഡിയാക്കാനുള്ള കാശും കൂടെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ടും ഇത് വലിയ കാശൊന്നും ഇല്ലാതെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയത് കൊണ്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി. അതുകൊണ്ട് ഈ ഓയിലും എല്ലാത്തിലും അങ്ങ് മാറി എല്ലാം കൂടെ അങ്ങ് നീറ്റാക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും സെറ്റായി.